Hi everyone, I am going to take up today's classification of leases. Firstly, I am explain what is leases. Leases are contracts in which the property or asset owner allows another party to use the property or asset in exchange for something, usually money or other asset. മണിയായിട്ടോ അസറ്റായിട്ടോ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഓണർ അനദർ പാർട്ടിക്ക് അയാളുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതാണ് ലീസസ് എന്ന് പറഞ്ഞാൽ. ഇൻ ഷോർട്ട്, ലീസസ് ആർ കോൺട്രാക്ട്സ് ഇൻ ബിറ്റ്വീൻ lesser and lessee. Who is the lesser and lessee? A person who leases or lets a property to another is called lesser, and then a person who holds the lease of property is called lessee. അതായത് ആ ഒരു പ്രോപ്പർട്ടീൻ്റെ ഓണർ എന്ന് പറയുന്നത് ലെസ്സറും ആ പ്രോപ്പർട്ടി വാങ്ങുന്ന അതായത് ഓണർ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ, അയാളായിരിക്കും ലെസ്സി. ഇങ്ങനെ ഓണറും അനദർ പാർട്ടിയും തമ്മിലുള്ള കോൺട്രാക്റ്റിനെയാണ് ലീസസ് എന്ന് പറയുന്നത്. 2 types ഓഫ് ലീസസ് ആണുള്ളത്: ഫിനാൻസ് ലീസസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസസ്. ഫിനാൻസ് ലീസസ് ഈസ് ഓൾസോ കോൾഡ് ക്യാപിറ്റൽ ലീസസ് ഓർ ഫുൾ പേ ഔട്ട് ലീസസ്. ഇതിലെന്താണെന്ന് വെച്ചാൽ, ലെസ്സർ കയ്യിൽ നിന്ന് ലെസ്സി ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ പ്രോപ്പർട്ടിയോടൊപ്പം തന്നെ അതിൻ്റെ റിസ്ക്കും റിവാർഡും മൊത്തം ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ആ അസറ്റിൻ്റെ എക്കണോമിക് ലൈഫിൻ്റെ എൻഡ് വരെ, എക്കണോമിക് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞാൽ ലീസസ് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിൽ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു പീരീഡ് സ്പെസിഫൈ ചെയ്യുന്നതാണ് അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ആ എക്കണോമിക് ലൈഫിൻ്റെ എൻഡ് വരെ ലെസ്സിക്കായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടായിരിക്കുക. ആ എക്കണോമിക് ലൈഫ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഓണർഷിപ്പ് ലെസ്സർക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ പറയുന്നത്, ഫിനാൻസ് ലീസ് മീൻസ് ദാറ്റ് ദി അസറ്റ് വിൽ അപ്പിയർ ഓൺ ദി ലെസ്സീസ് ബാലൻസ് ഷീറ്റ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റൽസ് റെപ്രസെൻറ്റഡ് ആസ് എ ലയബിലിറ്റി. ലെസ്സീസ് ബാലൻസ് ഷീറ്റ്. ലെസ്സി എന്ന് പറഞ്ഞാലോ ഇപ്പോൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ആളാണ് ലെസ്സി. ലെസ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ ആ അസറ്റ്, അയാൾ യൂസ് ചെയ്യുന്ന അസറ്റ് ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റൽസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യണത്. നെക്സ്റ്റ് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലീസസ്. ഇത് പറഞ്ഞാൽ എന്താ, ഈ ഇങ്ങനെ ലെസ്സർ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി ലെസ്സി യൂസ് ചെയ്യുമ്പോൾ റിസ്ക്കും റിവാർഡും ട്രാൻസ്ഫർ ചെയ്യണില്ല ലെസ്സിക്ക്. എന്ന് വെച്ചാൽ ഇവിടെ റിസ്ക്കും റിവാർഡും ഓണർഷിപ്പും ഒക്കെ ലെസ്സർക്ക് തന്നെ ഉണ്ടായിരിക്കുക, ആ പ്രോപ്പർട്ടി ലെസ്സി യൂസ് ചെയ്യുന്നു മാത്രം. ഇത് ലൈക്ക് റെൻ്റാണ്. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആ വീടിന് വാടക കൊടുക്കുന്നത് പോലെ മന്ത്ലി ആയാലും നമ്മൾ വീടിന് വാടക ഇങ്ങനെ കൊടുക്കുക. അല്ലാതെ ആ വീടിനുണ്ടാവുന്ന റിസ്ക്കും റിവാർഡൊന്നും നമ്മളുടെ റൈറ്റ് ആയിരിക്കില്ല. പിന്നെ പറഞ്ഞാൽ എന്താ, ഈ കോൺട്രാക്റ്റിൽ ഇതൊരു കോൺട്രാക്റ്റാണ്. അതായത് ഈ കോൺട്രാക്റ്റിൽ ഓണർ വേറൊരു പാർട്ടീനോട് പറയുകയാണ്, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ നീ ഇത് യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇതിനൊരു പർട്ടിക്കുലർ പീരിയഡ് ഉണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ പീരിയഡ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു അസറ്റ്, ഇവിടെ വരുന്ന അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ എക്കണോമിക് ലൈഫ് വരെ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഓണർ പെർമിറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് ഓപ്പറേറ്റിംഗ് ലീസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഈ ഷോർട്ട് പീരിയഡിൽ ഈ അസറ്റ് യൂസ് ചെയ്യാമെന്ന് മാത്രമാണ് ലെസ്സിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലും ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണില്ല. അതായത് ആ ഓണർഷിപ്പ് എപ്പോഴും ലെസ്സർക്ക് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഓപ്പറേറ്റിംഗ് ലീസസിന് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ലീസ് ഓർ കോൺട്രാക്റ്റ്. ഇത് പറഞ്ഞല്ലോ, ഷോർട്ട് ടേം ലീസ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ്. അതായത് ലെസ് ദാൻ 1 year ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ലെസ്സി എഗ്രീസ് ടു റെൻറ്റ് ആൻഡ് അസറ്റ് ഫ്രം ദി ലെസ്സർ. ലെസ്സർ അസറ്റിന് റെൻറ്റ് തരാമെന്ന് ലെസ്സി എഗ്രി ചെയ്യും. അതായത് ഇവിടെ പറഞ്ഞാൽ ഇതൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിൽ ഷോർട്ട് പീരിയഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ പീരിയഡിൽ ഓരോ മന്ത് വൈസോ ഇയർലി വൈസോ ക്വാർട്ടർലി ആയിട്ടോ റെൻറ്റ് തരാമെന്ന് ലെസ്സി എഗ്രി ചെയ്യും. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ഓണർഷിപ്പും എപ്പോഴും ലെസ്സർക്ക് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓണർഷിപ്പിനുള്ള റൈറ്റ് ലെസ്സർക്ക് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ലാസ്റ്റ് വണ്ണാണ്, ഇറ്റ് ഈസ് ആർ ഓൾസോ ക്യാൻസലബിൾ അൺലൈക്ക് ക്യാപിറ്റൽ ലീസസ്. ഇത് പറഞ്ഞാൽ
ക്യാപിറ്റൽ ലീസസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ക്യാപിറ്റൽ ലീസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലീസസ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. അത് പറയാനുള്ള കാരണം ഫിനാൻഷ്യൽ ലീസസ് പറഞ്ഞാൽ എന്താ, ആ ഫിനാൻസ് ലീസസ് ലെസ്സർ കയ്യിൽ നിന്ന് ലെസ്സി വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഓണർഷിപ്പും റിസ്ക്കും റിവാർഡും മൊത്തം ലെസ്സിക്ക് തന്നെ ആയിരിക്കും. പിന്നെ പറഞ്ഞാൽ ഫിനാൻസ് ലീസസ് പറഞ്ഞാൽ എന്താ, ഫിനാൻസിങ് അസറ്റിൻ്റെ ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഫിനാൻസിങ് കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം വരും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ ക്യാൻസലബിൾ ബൈ ഐദർ പാർട്ടി. ഇത് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. ബട്ട് ഓപ്പറേറ്റിംഗ് ലീസസ് ഈസ് ക്യാൻസലബിൾ ബൈ ലെസ്സർക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. ഇത് പറയാനുള്ള കാരണം ഇങ്ങനൊരു ലെസ്സി ആയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാലും അയാളുടെ പ്രോപ്പർട്ടി ലെസ്സി യൂസ് ചെയ്യണത് ശരിയല്ല, അയാൾക്ക് ഇഷ്ടമാവാത്ത രീതിയിലൊക്കെയാണ് യൂസ് ചെയ്യണതെങ്കിൽ ലെസ്സർക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ പാർട്ടിക്ക് റിലീസ് ചെയ്യാൻ കഴിയും. ഇങ്ങനൊരു ഓപ്ഷന് ഓപ്പറേറ്റിംഗ് ലീസസിലുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ ഇന്ന് പഠിച്ചത് ലീസസും അതിൻ്റെ 2 ടൈപ്സസാണ്. ലീസസ് പറഞ്ഞാൽ എന്താ, ഓണർ വേറൊരു പാർട്ടിക്ക് അയാളുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ കൊടുക്കുന്നതിനെയാണ് ലീസസ് എന്ന് പറയുന്നത്. അതിൽ ഫിനാൻസ് ലീസസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലീസസ് ഉണ്ട്. ഫിനാൻസ് ലീസസ് പറഞ്ഞാൽ ഇതിൻ്റെ റിസ്ക്കും റിവാർഡും മൊത്തം ലെസ്സിക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യണത്. പക്ഷേ ഓപ്പറേറ്റിംഗ് ലീസസിൽ റിസ്ക്കും റിവാർഡും ലെസ്സർക്ക് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് ലീസസിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. ഫിനാൻസ് ലീസസ് അല്ല, ഓപ്പറേറ്റിംഗ് ലീസസ് ക്യാൻസൽ ചെയ്യാൻ കഴിയും, ഫിനാൻസ് ലീസസ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് ലീസസിൽ ലെസ്സർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവുന്ന കോസ്റ്റ് ഓഫ് റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസിലൊന്നും ഇയാൾ എൻ്റർ ചെയ്യില്ല. കാരണം ഇവിടെ പറഞ്ഞു ലെസ്സിക്കാണ് ഫുൾ ഓണർഷിപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും റിസ്ക്കും റിവാർഡും വന്നാൽ അത് നികത്തേണ്ട ഉത്തരവാദിത്വം ലെസ്സിക്ക് തന്നെ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ലീസസ് പറഞ്ഞാൽ എന്താ, ലെസ്സർക്ക് ആ കോസ്റ്റിന് എല്ലാത്തിനും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അവിടെ ഓണർഷിപ്പ് ലെസ്സർക്ക് തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ ഇത്രയാണ് ഫിനാൻസ് ലീസസും ഓപ്പറേറ്റിംഗ് ലീസസും തമ്മിലുള്ള ഡിഫറൻസും. അതായത് ഫിനാൻസ് ലീസസ് എന്താണെന്നും പറഞ്ഞു, ഓപ്പറേറ്റിംഗ് ലീസസ് എന്താണെന്നും പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞു. ഇത്രയാണ് ടോപ്പിക്ക്. സോ താങ്ക് യു.